ഒരു മകൻ ഒരിക്കൽ അവന്റെ അമ്മയോട് ചോദിച്ചു, മക്കളായി ഞങ്ങളെ വളർത്താൻ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ത്യാഗം ചെയ്തത്? ആ അമ്മ തന്റെ മകനോട് പറഞ്ഞു, മക്കളായി നിങ്ങളെ വളർത്താൻ നിങ്ങളുടെ അച്ഛൻ ചെയ്ത ത്യാഗമൊന്നും ഈ അമ്മയ്ക്കില്ല. എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നില്ല. സ്വന്തമായി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു. പിന്നീടങ്ങോട്ട് എനിക്കും നിങ്ങൾക്കും ഒരു കുറവും വരാതിരിക്കാൻ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, വിദ്യാഭ്യാസം, അങ്ങനെ ആവശ്യങ്ങൾ പലതായിരുന്നു. അച്ഛന്റെ വിയർപ്പാണ് ഞാനും നിങ്ങളും ഈ കുടുംബവും. ആ മകൻ ഇതേ ചോദ്യം അവന്റെ അച്ഛനോടും ചോദിച്ചു. അച്ഛന്റെ മറുപടി മറ്റൊന്നായിരുന്നു. നിങ്ങളുടെ അമ്മയുടെ ത്യാഗം അത് എത്രയെന്ന് പോലും അളക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ വളർത്തി വലുതാക്കാൻ അവൾ സഹിച്ചതൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല, എന്നെ അറിയിച്ചിട്ടുമില്ല. അവളുടെ ക്ഷമയും സഹനവുമാണ് ഇന്നീ കുടുംബത്തെ ഇവിടെ വരെ എത്തിച്ചത്. അവൾക്കുമുണ്ടായിരുന്നു ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും. എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അതെല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എന്റെ വരവുകൾ അറിഞ്ഞ് അവൾ ചിലവാക്കി. അത്യാവശ്യമുള്ളതല്ലാതെ അവൾ ആഗ്രഹിച്ചൊന്നും മേടിക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ അവൾ എന്നോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അവളേക്കാൾ ത്യാഗമൊന്നും എനിക്കില്ല. ഇത് കേട്ട മകൻ സഹോദരങ്ങളോട് പറഞ്ഞു, അച്ഛന്റെ ത്യാഗം മനസ്സിലാക്കുന്ന അമ്മയും അമ്മയുടെ ത്യാഗം മനസ്സിലാക്കുന്ന അച്ഛനും ഇവരുടെ മക്കളാകാൻ കഴിഞ്ഞതല്ലേ നമ്മുടെ ഭാഗ്യം. അതെ, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം. ഇല്ലാത്തവർ ഇപ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഇവിടെ പല സമയങ്ങളിലും പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പ്രോഫ്കോണിലൊക്കെ വൈകാരികമായ രൂപത്തിൽ യുവാക്കളും അല്ലെങ്കിൽ ഈ ടീനേജ് പ്രായമുള്ള ആളുകൾ അവർക്കാണ് കൂടുതലായിട്ടും നമ്മളിത് എന്ത് ചെയ്യാറുള്ളത്, അവരുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം പുള്ളി അതിൽ നിന്ന് കേട്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രൊഫ അല്ല അതിൻ്റെ മുമ്പത്തെ ആയിരിക്കാം, പുള്ളി അതിൽ നിന്ന് കേട്ടിട്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അള്ളാൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ശിക്ഷ ഉണ്ടാകുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു അത് ഉറപ്പല്ലേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് ഖുർആൻ്റെ നെസ്സായ ഒരു കാര്യമാണല്ലോ. സൂറത്ത് ഇസ്രായേൽ അള്ളാഹു അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ. ഇഹ്സാൻ ചെയ്യൽ നിർബന്ധമാണ്, അള്ളാൻ്റെ കൽപ്പനയാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലുള്ള നമുക്കൊരു ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നഷ്ടബോധം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ഇവൻ കരയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ സമാധാനിപ്പിച്ച് നമ്മൾ അതിനെല്ലാം നമുക്ക് എന്തുണ്ട് പരിഹാരം ഉണ്ടല്ലോ. ഒന്നുകിൽ നമുക്ക് അവരോട് പോയിട്ട് മാപ്പ് പറയാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നേരെ ചൊവ്വ നിന്നാൽ മതി. അപ്പോൾ ഞാനിതൊന്നും ഇവൻ്റെ നഷ്ടങ്ങളൊന്നും ഞാനെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കണില്ല. അപ്പോൾ എന്നോട് പറഞ്ഞതല്ല, വാപ്പയും അമ്മയും എൻ്റെ ചെറുപ്പത്തിലേ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചെറുപ്പത്തിലേ മരണപ്പെട്ട് പറഞ്ഞാൽ അപ്പോൾ എത്ര വയസ്സിലാണ് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഉമ്മയും പാപ്പയും ഒറ്റ ദിവസമാണ് എന്ത് ചെയ്തത്. മരണപ്പെട്ടത് എങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പം അവൻ്റെ ചിന്ത എന്താ വെച്ചാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലായല്ലോ. അപ്പം അത്തരം ആളുകളും ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോണ്ടല്ലോ എനിക്കത് ഉണ്ടായില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവുക. അപ്പോൾ അവർക്കുള്ള ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുണം. മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യമാണല്ലോ. ആ സമ്പാദ്യമാകുന്ന മക്കളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആ സമ്പാദ്യം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക, അവരുടെ ഖബർ സന്ദർശിക്കുക, ഖബറിനടുക്കൽ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതൊരു വിധിയായിട്ട് നമ്മൾ കാണുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഇതുമൊക്കെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഇന്നത്തെ ചിന്ത ഞാൻ കൊണ്ടുവരുന്നത് അങ്ങോട്ടാണ്. അപ്പം ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഭാര്യനോട് ചോദിക്കുന്നു, ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോട് ചോദിക്കുന്നു. രണ്ടുപേരും സ്വന്തം ത്യാഗത്തിനേക്കാൾ കൂടുതൽ മറ്റൊരാളുടെ ത്യാഗത്തെയാണ്. അതെ, മക്കളെ അന്വേഷിക്കുകയാണ്. അതെ, മക്കളെ അന്വേഷിക്കുകയാണ്. വാപ്പയാണോ ഉമ്മയാണോ കൂടുതൽ ത്യാഗം ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ പലപ്പോൾ പറയാറുണ്ട്, ഞാനെങ്ങാനും ഇല്ലെങ്കിലേ അല്ലേ, ഞാൻ ഉണ്ടായതുകൊണ്ടാണ് എന്ന് പറയാറില്ല. സത്യത്തിൽ അങ്ങനെയാണ് സത്യത്തിൽ വരാറുള്ളത്. സംസാരത്തിലൊക്കെ മിക്കവാറും അങ്ങനെയാണ് കേൾക്കാറുള്ളത്. ഞാൻ ഉണ്ടായതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ അല്ലേ, തിരിച്ചിങ്ങോട്ടും പറയാം. പിന്നെ അതെ നിന്നിങ്ങോട്ടും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ആ ഒരു സംസാരം ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അതിനൊരു കാമ്പ് വന്നത് എവിടെയെന്ന് വെച്ചാൽ, കറക്റ്റ് അന്നത്തെ ചിന്ത എന്ന് വെച്ചാൽ, രണ്ട് പേരും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അങ്ങനത്തെ ഒരു റഹ്മത്ത് നമുക്ക് തന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയും വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ കുറേയൊക്കെ പരസ്പര ബഹുമാനവും അങ്ങോട്ടും സമ്മതിക്കുകയൊക്കെ ചെയ്യുക. മറ്റു ചില ആളുകൾക്ക് അങ്ങനൊരു ചിന്ത ഉണ്ട്, ഏത് നിങ്ങളെത്ര പണിയെടുത്താലും
ഞാൻ അംഗീകരിക്കൂല. അങ്ങനെ ഉണ്ടല്ലോ അതെ, ചില ആൾക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ച് ഈഗോ അല്ലേ? ഈഗോ മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്കെന്താ പണി, അടുക്കളയിലുള്ള പണി മാത്രമല്ലേ ഉള്ളൂ, അതിനപ്പുറത്ത് ഇപ്പം എന്താ പണി എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ചാക്കൽ. അപ്പോൾ അതൊന്നും അല്ല, അതൊക്കെ ഓരോന്നും ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ആ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്ക് രണ്ട് പേരുടെയും അവിടെ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ പിന്നെ പാർട്ട്ണർ, അവരുടെയൊക്കെ ഒരു പിന്നെ ഇൻവോയ്സ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ ചെയ്താൽ പരസ്പരം അറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഞാനാണ് നീയാണ് എന്ന് ഓരോരുത്തരും അവനവന്റെ ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അതിൽ പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൂടുതൽ ത്യാഗം ചെയ്യുന്നത് ആര് അതെ എന്നുള്ളിടത്തുള്ള പ്രശ്നങ്ങളല്ല. ഇവിടെ പരസ്പരം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ലൊരു കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അല്ല, അവിടെ ഉണ്ടാകുന്ന മക്കൾക്ക് പിന്നെ മൂന്നാമത് വന്ന സംഭവം അതാണ്. മക്കൾ പരസ്പരം പറയാണ് ഇങ്ങനത്തെ ഒരു വാപ്പാക്കും ഉമ്മാക്കും അതെ ഉണ്ടാകുക എന്നുള്ളത് തന്നെയല്ലടാ നമ്മളൊരു അല്ലേ. അത് ഭയങ്കര ഒരു അഭിമാനമാണ്. നേരെ മറിച്ച് എന്നും വഴക്കടിക്കുകയോ അല്ലെങ്കിൽ ഈഗോ പ്രശ്നം കൊണ്ടെടുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾ അങ്ങനെ വളരുള്ളൂ. അങ്ങനെ വളരും. അപ്പോൾ അതൊരു ചിന്തയാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള രക്ഷിതാക്കൾ അതെ. മക്കൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു ചിന്ത തന്നെയാണ് ഇന്നത്തെ ഒരു വോയിസിൽ നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എത്ര പ്രായമായാലും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അത് ഭയങ്കര പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിലേ അതെ. നമുക്കെന്തില്ല. ഇപ്പം ഇന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടല്ല പോകുന്നത്. ഞാൻ എൻ്റെ മനസ്സിലാ ഒരു പ്രയാസമുണ്ട്. കാരണം നമുക്ക് പോകുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞിട്ടാണ് പോകുക, അല്ലെങ്കിൽ തലേന്ന് പറയും നാളെ പോകുന്നുണ്ട് എന്നുള്ളത്. അതൊരു നമ്മൾ ചെല്ലുമ്പോഴേ എന്തേ ഉള്ളൂ അവർക്കൊരു സമാധാനമാവുള്ളൂ. അതുവരെ അവർ കരുതലും കാതലായിട്ട് അവിടെ ഇരിക്കും. അവർ പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും തിരിച്ചു വരുന്നത് വരെ അവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് അതൊരു ശക്തിയാണ്. മാതാവും പിതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതില്ലാതെ പോയ ആളുകൾ ഉണ്ടാവാം, ഏത് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവാം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. അവരുടെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു അവർക്ക് വിധി നൽകുമാറാവട്ടെ.